ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ രാവിലെ അല്ല കേട്ടോ, 12 മണി ആവുന്നുണ്ട്. വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് പിള്ളേർ കുളിക്കാൻ കയറിയിരിക്കുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ പറക്കിയേക്കുന്നു. നിങ്ങളായിട്ട് ഇത്ര നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസത്തേനാണെങ്കിലും പിള്ളേരുള്ളതുകൊണ്ട് കുറച്ച് ഡ്രസ്സിൻ്റെ എണ്ണം കൂടുമല്ലോ. അപ്പോൾ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പറക്കിയെടുത്തു. അവിടെ കുളിക്കുന്നതിൻ്റെ ബഹളമുണ്ട് കേട്ടോ കേൾക്കുന്നത്. എല്ലാവരും ഡ്രസ്സ് സെക്ഷൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് എടുത്തു വെക്കണം, അത്രേ ഉള്ളൂ. കുറേ സമയമായി. ഉച്ചയാകുമ്പോഴേ ഇനി ചെല്ലത്തുള്ളൂ. ചോറ് വയ്ക്കുന്ന സമയത്തേക്കായിരിക്കും ചെല്ല. കുഞ്ഞേ, വണ്ടി നോക്കണേ. വണ്ടി എവിടെ പോവാ നമ്മള്? ആടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പാട്ടൊക്കെ വെച്ചോണ്ട് പിന്നെ വോയിസ് ഓവർ ആയിരിക്കും നമ്മൾ അധികം കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആര്? ആലേട്ടനല്ല, ലാലേട്ടൻ. എവിടെ എവിടെ അതുകൊണ്ട് നിക്കുന്നോ? അതാ കുഞ്ഞു പറഞ്ഞേട്ടോ, ലാലേട്ടൻ അവിടെ നിക്കുന്നു. ആരാ എണ്ണയുടെ കണ്ടിട്ട് ലാലേട്ടന് ഇഷ്ടമാണോ കുഞ്ഞി? എത്ര ഇഷ്ടമുണ്ട്? ടാറല്ലേ? എന്താ ടാറ് വിളിക്കുന്നത്? അവിടെ ടാറിട്ടേക്കുന്നേട്ടാ. ടാറിട്ടതേ ഉള്ളോ? ആടി കടി നടക്കുക. ഇങ്ങോട്ടല്ല, അത് ഇടയ്ക്ക് വിട്ടിട്ട് എടുക്കുന്നേ. വണ്ടികളെല്ലാം ഒട്ടിപ്പിടിച്ചാണ് സൗണ്ട്. കാശിയാണെങ്കിൽ സാധാരണ പതിവ് വണ്ടി കയറി ഇറങ്ങിയും ചെയ്യുമ്പോഴത്തേനും ഉറങ്ങുന്നതാണ് കേട്ടോ. പിന്നാണെങ്കിൽ ജ്യൂസ് കിട്ടുകൊണ്ട് ആ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ കുറച്ച് കപ്പയുടെ ചിപ്സ് ഇരിപ്പുണ്ടായിരുന്നു, കപ്പ ചിപ്സ്. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്, കാരണം 12 ആയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും. അപ്പോൾ പിന്നെ കുറച്ച് കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടി ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ വണ്ടിക്കകത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പാട്ടിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഇരിക്കുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇട്ടേക്കാം. ഞാൻ അവൾക്ക് ഓൾറെഡി ആ കുപ്പി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ വീണ്ടും അത് അടച്ചിട്ട്, അവൾക്കത് അടയ്ക്കണം എന്ന് പറഞ്ഞ് അടപ്പിച്ചിട്ട് വീണ്ടും ഏട്ടനെ കൊണ്ട് തന്നെ തുറപ്പിക്കുകയാണ് കേട്ടോ. അവൾക്ക് അച്ഛൻ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടാണ് അങ്ങ് വരെ പോകുന്നത്. യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി കിടക്കുന്നതേ ഉള്ളൂ വീട്ടിലുള്ള യാത്ര. ഇതാ ഇപ്പം കാണിച്ച മണിച്ചേട്ടൻ പാട്ടാണ് കേട്ടോ അവളന്ന് പാടി കേൾപ്പിച്ചത്. നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അപ്പോഴത്തേനും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി ഒരു 10-20 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് വീടെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ബസ്സിൻ്റെ പേര് നിങ്ങൾ കണ്ടോ, എൻ്റെ ലൈവ് കാണുന്നവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഈ പേര് കേട്ടോ. അപ്പം പിന്നെ അപ്പം ഞങ്ങൾ ആ ബസ്സിന് പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഒരച്ഛനും മോളൂടെ അക്ഷയ കേന്ദ്രത്തിൽ പോയതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്, നല്ല വെയിലുണ്ട്. അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വരട്ടെ, അക്ഷയ കയറിയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റോടെ ഉള്ളൂ കേട്ടോ വീട്ടിലോടെത്താൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ഇല്ല. ഞാൻ എൻ്റെ കാശിമോനോടെ ഇരിക്കുക. ഞാൻ ഇതിനകത്ത് വോയിസ് ഓവർ എനിക്ക് കൊടുക്കണം കൈസ്, കാരണം ഏട്ടൻ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ അത്? എന്താ കാശി? പൂവോ ഇവിടെ? കേറി എളുപ്പം കേറ്. അവള് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ കിൻഫ്ര കയറുന്നു. ഇവിടെ ഈ ഗ്രൗണ്ടിൽ പണ്ടെല്ലാവരും വണ്ടി ഓടിച്ച് പഠിക്കുകയാണ്. ഇപ്പം അവർ മതിലൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കും. നമുക്ക് ഇറങ്ങണം കേട്ടോ. ചെന്ന വണ്ടി കൊണ്ട്
കിൻഫ്രയുടെ ഭാഗങ്ങൾ കണ്ടോ ഗൈസ്? നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ. പണ്ട് ഇതിനേക്കൂടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ റോഡൊന്നും ഇത്ര വൃത്തിയായിട്ടില്ല. അല്ല, കമ്പനികളൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡൊന്നും ശരിയല്ലായിരുന്നു. പാറമട ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ലോറികളും വണ്ടികളൊക്കെ പോവും. അല്ലാതെ ഞങ്ങൾ നടന്നായിരുന്നു പോകുന്നത്. ഈ കാലിനകത്ത് എൻ്റെ ഒരു പെൻസിൽ പോയിട്ടുണ്ട് ചെറുതില്, ഞാൻ അച്ഛനോടെ വരുന്ന സമയത്ത്. ഏട്ടനാടാ പറയുന്നത്, വീഡിയോക്കകത്ത് ഏട്ടനോടങ്ങടാ പറയുന്നത്. കുഞ്ഞിനെ ഞാനും അച്ഛനോട് എവിടെയോ പോയി, അല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് സ്കൂൾ തുറക്കുന്നതിന്. ഇപ്പം പോയപ്പോൾ ഒരു ഓറഞ്ച് കളറുടെ പെൻസിൽ, നല്ല ഓർമ്മയുണ്ട്. പെൻസിൽ പോയി താഴോട്ട്, ആ കയ്യിൽ നിന്ന് പോയി, അമ്മയുടെ കയ്യിൽ നിന്ന്. നേരത്തെ ഇങ്ങനെ മുള്ളുവേലി ഇല്ലേ, ഒരു കല്ല് വെച്ചിട്ട് മുള്ളുവേലി, ആ മുള്ളുവേലി കിട്ടുക. നിന്നോടല്ല, അച്ഛനോടാ. അച്ഛൻ മൂളുന്നില്ല, നീ അങ്ങ് മൂളുക. ആ മുള്ളുവേലി കെട്ടിയിട്ടേക്കുമായിരുന്നു പണ്ട്. അങ്ങോട്ടെല്ലാം ഫാക്ടറീസ് ആണ് കേട്ടോ, ഫുഡ് പ്രൊഡക്ഷന്റെ. പിന്നെ എന്താ ചെയ്യാനാ, കിട്ടിയില്ല അത്ര തന്നെ. അവിടെ പോയി ആരെങ്കിലും എടുക്കും. അവിടെ മൊത്തം മറ്റേ പയറാണ്, താഴോട്ടാരും ഇറങ്ങത്തില്ല. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ എന്താ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുട്ടോ. അതുകൊണ്ട് മല കണ്ടോ, ഇവിടെ പേര് തന്നെ കിട്ടിയത് മലയുള്ളോണ്ടാ. കുന്നിടം അച്ഛനോട് കറങ്ങാൻ, ഇവിടെ നിന്ന് കറങ്ങാൻ. നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കറങ്ങാൻ. നല്ല ഉടുപ്പിട്ടാണ്ട് കറങ്ങാൻ പോലെ കറങ്ങിയാൽ മതിയോ? ഇല്ല, ഇവിടെ പറ്റില്ല. എത്തിക്കഴിഞ്ഞാലാണ് ഇപ്പൊ ഫുള്ള് റബ്ബറും കട. ആരാ പോയെ? ശങ്കരനോടാണോ പോയെ? ആ അവർക്കറിയാം ഞാൻ ഫോണ് കൊണ്ടിരിക്കുന്നത്. റബ്ബറും കാടാണ്, ഫുള്ള് റബ്ബറും കാട്. ഇപ്പം എല്ലായിടത്തും റബ്ബർ വെട്ടിയില്ലേ. ഇപ്പൊ ഇങ്ങനെ റബ്ബറും കാടൊക്കെ കുറച്ചേ കാണാനുള്ളൂ. ഞങ്ങളെത്തി ഗൈസ്, എത്തി. ഓ അച്ഛൻ്റെ അവിടെ പോ. കൂട്ടാതല്ലേ ഉള്ളൂ, അത് കാശിക്ക് പിള്ളേർക്ക്. എന്താ കാശി കൂട്ടുമായിരിക്കും. ഞങ്ങളെത്തിയപ്പോൾ തന്നെ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നേരെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ചീതക്കിഴങ്ങ് മെഴുക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോരുകറിയും കൂട്ടിയിട്ടാണ് ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുത്തത് കേട്ടോ. കാശിയാണെങ്കിൽ ഇത് പണ്ടത്തെ സൈക്കിളാണ്, നേരത്തെ കുഞ്ഞിയുടെ സൈക്കിളാണ് കേട്ടോ ഇവിടെ ഇരുന്നത്. അത് നാശമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കളിയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അങ്ങനെ പിള്ളേർ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇതാണെങ്കിൽ ഭയങ്കര മുള്ളുള്ള മത്തിയാണ്, പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടോ. അമ്മയ്ക്കും തൊഴിലുറപ്പുള്ളതുകൊണ്ട് തൊഴിലുറപ്പിന് പോയിരിക്കുന്നു. അച്ഛനാണെങ്കിൽ എവിടെയോ എന്തോ പോയിട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു പരിപാടിയാണല്ലോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കാം ഫ്രിഡ്ജ്. അപ്പോൾ ഞാനും നോക്കട്ടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നെല്ലിക്ക ഇരിപ്പുണ്ട് കേട്ടോ. കുഞ്ഞു നെല്ലിക്ക അച്ചാറിട്ടുകൊണ്ട് കൊണ്ടുപോയാൽ നല്ലതായിരുന്നു. കയ്പ്പനാണോന്ന് അറിയില്ല, കഴിച്ചു നോക്കാം നമുക്ക്. അതാ കയ്പ്പനാണോന്ന് കഴിച്ചു നോക്കാം കേട്ടോ. വേറെ എന്താ, ഇത് മധുരക്കിഴങ്ങാണ്, പാല്, തേങ്ങ. ഓക്കെ, എന്താ പച്ചക്കറി പാവയ്ക്കാം. ആസ് യൂഷ്വൽ എല്ലാ മലയാളികളുടെയും ഫ്രിഡ്ജ് പോലെ തന്നെ ഒരു കുന്തമില്ല. എല്ലാ മലയാളികളുടെ അല്ല, സാധാരണപ്പെട്ട ഒരു മലയാളികളുടെ ഫ്രിഡ്ജ് പോലെ. എല്ലാ മലയാളികളും ഒന്നിച്ച് ഞാൻ പറയുന്നില്ല ഗൈസ്, സോറി. കയ്പ കടിക്ക, വീടിക്കകത്ത് വരട്ടെ, കടിക്ക.
കടിക്ക് 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 കാശിക്ക് കഴിക്കണല്ലോ. അച്ഛനെടുത്തോ? കടിച്ചില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചേച്ചിയുടെ അടുത്തോട്ട് പോകണം, പിന്നെ അണ്ണൻ്റെ അടുത്തോട്ട് പോകണം. കുറച്ച് പരിപാടീസ് ഉണ്ട് കേട്ടോ. അപ്പൊ റെസ്റ്റിൻ്റെ വേണം. അമ്മ പോയിട്ട് വരുമ്പോഴത്തേനും 4 മണി ആകുമ്പോഴത്തേനും അച്ഛന് വരുമായിരിക്കും. ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞിക്ക് എവിടാ പോണ്ടേ? ഉടുപ്പൂരിടാത്തെന്താ? നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ? ഒരുപാട് ലെങ്ത് ആക്കി നിങ്ങളെ ബോറടിപ്പിക്കണ്ട. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അടുത്ത പരിപാടി നോക്കട്ടെ. അപ്പോൾ അതിനകത്ത് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഇടയ്ക്ക് നമ്മൾ പുറത്തുനിന്നുള്ള വീഡിയോസൊക്കെ എടുക്കാം. അപ്പം ഇനി 2 ദിവസം അങ്ങനെ പോട്ടെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ സീ യു. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ.